3.5 ലക്ഷം രൂപ 3,500 പൗണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എല്ലാ മാസവും കിട്ടുന്നത്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടനിൽ അച്ച്ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 1 ബെഡ് ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇതൊരു Airbnb ആണ്, എൻ്റെ പ്രോപ്പർട്ടി അല്ല. ഞാനൊരു പ്രോപ്പർട്ടിയിൽ താമസിക്കുകയാണ്. 4 ദിവസത്തേക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ഞാൻ പേ ചെയ്തത് 66,000 റുപ്പീസ്, അതായത് 660 പൗണ്ടാണ്. സോ ഈ ഒരു ലൊക്കേഷനിൽ 1 ബെഡ് പ്രോപ്പർട്ടിന്റെ റെന്റ് ആണ് 1.5 ലാക്ക് എവറി മന്ത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഈ വീടിന്റെ ഓണർ റെന്റ് ഔട്ട് ചെയ്യുന്നതിന് പകരം Airbnb ലിസ്റ്റ് ചെയ്തു. 166 പൗണ്ടാണ് ഞാൻ ഒറ്റ ദിവസത്തേക്ക് ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി പേ ചെയ്തത്. ഇവർക്ക് ആവറേജ് ഒക്കുപ്പൻസി ഞാൻ കഴിഞ്ഞ മാസം നോക്കിയപ്പോഴത്തേക്ക് 21 നൈറ്റ്സ് ആണ്, അതായത് 75% ഒക്കുപ്പൻസിയാണ് ആവറേജ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ 160 പൗണ്ട് വെച്ച് 21 നൈറ്റ്സ് ബുക്കിംഗ് കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നതാണ് 3.5 ലാക്ക് റഫ്ലി എല്ലാ മാസവും. സോ അവർ ചെയ്തത് കണ്ടോ, ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് അവർ യൂസ് ചെയ്തത്. സോ അവർ പ്രോപ്പർട്ടി നേരെ വാടകയ്ക്ക് കൊടുക്കുന്നതിന് പകരം ഷോർട്ട് ടേം ലെറ്റ് ആയിട്ട് Airbnb, Booking.com, ബാക്കി ഓൺലൈൻ ട്രാവൽ ഏജൻസീസിൽ അവർ ഈ പ്രോപ്പർട്ടി ഇട്ടിട്ട് അവർക്ക് കിട്ടുന്നത് 3.5 ലാക്ക് ആണ്. അപ്പോൾ ഇതുപോലത്തെ സ്ട്രാറ്റജീസ് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് വേണ്ടത് നോളജ് ആണ്, എക്സ്പീരിയൻസ് അല്ല. എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഗോ ഫൈൻഡ് സമ്മൺ ഹൂസ് ഓൾറെഡി ഗോട്ട് സം എക്സ്പീരിയൻസ്, എന്നിട്ട് അവരുടെ അടുത്ത് നിന്നും അവർ ചെയ്ത കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ്സിൽ ഗ്രോത്ത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ആകെ വേണ്ടത് മെന്റർഷിപ്പ് ആണ്. സോ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം.